ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ പലപ്പോഴും ആരോപണം നേരിട്ടിട്ടുണ്ട്. പ്രതികാരവും മകനം വിട്ടിലും കടത്തു തീർക്കലുമാണ്. അങ്ങനെയൊന്നും ആക്കണ്ട. അല്ല അങ്ങനെയൊന്നും അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല. കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ വെറുതെ തീരുമാനം വിട്ടിട്ട് കാര്യമില്ല. കാരണം സിനിമയാകുമ്പോ അത് ഓടും, ചിലത് ഓടാതെ പോവും. അപ്പൊ ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണല്ലോ. അപ്പൊ അതിനിടയിൽ ചില സിനിമകൾ ഓടും, ചില സിനിമകൾ, നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു, ചില സിനിമകൾ ഇടക്ക് ഓടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല. ഒരു സിനിമ ഒന്നിലും ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നു മാത്രം. കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല, അല്ലെങ്കിൽ ചിലത് ഓടാം, ഓടും. അല്ല ചുമ്മാ അല്ല അങ്ങനെയല്ല. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ. കേക്ക് മുറിക്കുക, സക്സസ് സെലിബ്രേഷൻ, സക്സസ് പ്രസ് മീറ്റുകൾ. ഇപ്പൊ അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി, അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞു സക്സസ്. അപ്പൊ എന്തായാലും സന്തോഷം. ഇത്രയേ ഉള്ളൂ. കണ്ടിട്ടുണ്ടോ ചേച്ചി? അറിയില്ല. അല്ല, ബേസിൽ കണ്ടിട്ടില്ല തോന്നുന്നു. ഇല്ല. പിന്നെ അതേപോലെ തന്നെ അതിന്റെ കില്ലറുടെ രൂപം ഭയങ്കര ഫേമസ് ആണ്. ഒന്ന് പലരും പറയുന്നത് റോഷാക്കിന്റെ രൂപം വരുന്നുണ്ട്. ശിവ കില്ലറിന് ഈ രൂപം കൊടുക്കാനുള്ള കാരണം അതെന്നോടല്ല, നിങ്ങൾ പറഞ്ഞു. ബേസിക്കലി ഒരു ക്രീപ്പിനെസ് നമ്മുടെ കില്ലെന്ന് വേണം തോന്നി. അപ്പൊ അതിന് പണ്ട് 90 സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഷാർക്ക് എന്ന് പറഞ്ഞൊരു കോമൺ സംഭവം കില്ലിന് കൊടുക്കാന്നേ ഉള്ളൂ. അല്ലാതെ അത് ഷിബുമായിട്ട് അല്ലെങ്കിൽ റോഷാക്കാൻ അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ നമുക്ക് ബേസിക് ആയിട്ട് കിട്ടാവുന്ന ഒരു സാധനമാണ് ഈ ഷാർക്കിന്റെ ഒരു കഷ്ണം. സോ അത് കില്ലിന് കൊടുത്തതേ ഉള്ളൂ. അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോ ഇതിൽ ശരിക്കുള്ള നായകൻ സിജുചേട്ടനാണ്. എന്താ ഈ പേര് മാത്രമേ ഉജ്ജ്വലെന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മള് ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ സിജുചേട്ടനാണ്. അല്ല, അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സിജുചേട്ടനാണ്. നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും. സാധാരണ നായകനാണല്ലോ ശക്തി മാത്രമേ ഉള്ളൂ, ബുദ്ധി അല്ല. ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല, കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല. അതിനു വേണ്ടിയിട്ട് സിജുചേട്ടൻ. അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും, അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോ സിജുചേട്ടനാണ് ഇവിടുത്തെ നായകൻ. കാരണം ഇതിനിടയിൽ കുറെ പേര് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ഇതൊരു നാട്ടുമ്പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും, കാരണം കുറച്ചൊന്ന് രണ്ട് പേരിൽ പറയുന്നത് കേട്ടു ഇത് ഹ്യൂമർ ഒന്നുമില്ലോ, കോമഡി ഒന്നുമില്ല. നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം. അതിൽ കുറച്ച് കാരിക്കേച്ചറൈസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. കാരണം ഇതൊരു കോമഡി പടമല്ല. ഒരു പോയതിനു ശേഷം സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ്. അതൊന്നും എടുത്ത് പറയണം തോന്നുന്നു. എടാ ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോ ധ്യാൻ ഏതാ എന്റെ ഒരു പടം പേഴ്സണലി ഹിറ്റടിക്കണം എന്നല്ല ഇപ്പൊ പറയുന്നത്. വീക്കെൻഡ് സംവിധായകർക്ക് വേണ്ടി വിജയിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ലേ എന്റെ ഒരു പടം ഹിറ്റടിക്കണം, എന്നെ കാണാൻ വേണ്ടി തിയേറ്ററിൽ കാണാൻ വരുന്ന ദിവസം വരണം, ധ്യാൻ ശ്രീനിവാസൻ പടം എന്ന പേരിൽ കാണാൻ, അങ്ങനെ ഒരു ദിവസം ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹം അല്ലല്ല ചോദിച്ചാൽ കറക്റ്റല്ലേ. അല്ല, എനിക്ക് അങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനൊരു സിനിമ, ഒരു കഥ വരുമ്പോൾ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ട് ആയി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആസ് ആക്ടർ. ഞാൻ പൊതുവെ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിന്റെ കൂടെ നിൽക്കുക, അവരുടെ ഒരു കൺവിക്ഷനോടെ നിൽക്കുക. അപ്പൊ അവരുടെ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ
ഈ 2 ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ നിയോജക അവര് പുതിയ ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പേഴ്സണലിനോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ. ഞാൻ മേബി സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിലാണ് എനിക്ക് ലവ് ആക്ഷൻ ഒക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസ്. ഈ പറയുന്ന പോലെ 2 ആഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നും ഇല്ല. അപ്പം പടം ഓടുക, അധികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ഓടിയാൽ സന്തോഷം, ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു നടനുണ്ടെന്ന് കണ്ടത് ആദ്യം വിനീതേട്ടനായിരുന്നു. അത് മൂവി ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. ഞാൻ അഭിനയിച്ചുകൊണ്ട് പടം മോശമാവില്ല, പക്ഷെ ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തു. ഞാൻ ചേട്ടന് ഒരു പേഴ്സണലി പടം എന്താണ് ഒരു പടം എത്ര പടം ആക്ടിങ് ചെയ്തിട്ട് ഒരു ആക്ടിങ്ങിനോട് ഒരു പാഷൻ തോന്നാതിന്റെ കാരണം അല്ല, എനിക്ക് പണ്ട് മുതൽ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ളൊരു സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് തന്നെ ഞാൻ സിനിമയില് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയതും. അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ. പിന്നെ തിര ചെയ്തു. തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിലിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു. കപ്പ്യാര് അജു നീരജ് ഉള്ളത് കൊണ്ട് ചെയ്തു. ഒരേ മുഖം സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു. പിന്നെ ഗൂഢാലോചന അതേപോലെ അജുവും ബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു. അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ്. അപ്പോഴേക്ക് ഡയറക്ട് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി. പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ ഒക്കെ. അപ്പൊ എനിക്ക് പണ്ട് മുതൽ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്, എനിക്കിപ്പോ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് നല്ലത് വരുമ്പോ, നല്ല കഥകൾ വരുമ്പോ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു, ഉജ്ജ്വലൻ വന്നു, നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മളിലോട്ട് എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും. ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു, എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത്. ആദ്യം അവർ ആലോചിക്കുക ദുൽഖറിന് ചെയ്യാൻ വേണ്ടിയായിരിക്കും. പിന്നെ അത് തവിട്ടെത്തി ആരും ചെയ്യാതെ വരുമ്പോ നമ്മളിലേക്ക് എത്തും. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും. അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കരിയർ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വാഭാവികം ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്തു. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ സോഫിയ ചേച്ചിന്റെ ബാനറിലുള്ള സിനിമ വരുമ്പോൾ അവര് സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ, കാരണം ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിലൊരു സിനിമ വരുന്നു, അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞ, ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്യരുത്, ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് അപ്പം ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ നന്നായി അഭിനയിച്ചു എന്ന് എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു, നന്നായി ചെയ്തു, അല്ല നല്ല രസമുണ്ട് സിനിമയിൽ. അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ്. കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിന് മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം, ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം. ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകരുടെ കേസിൽ കാണാത്തത് കൊണ്ട് ചില സിനിമകൾ, പിന്നെ അധികമായിട്ട് കഥ നന്നാവണം, സിനിമ നന്നാവണം, ഓവറോൾ നന്നാവണം. ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെയാണ്. നെക്സ്റ്റ് ജാമ്പിയാണ്. നിങ്ങൾ അതിന്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സ് കണ്ടു കാണുമല്ലോ ജാമ്പിയുടേത്. ഇത് കണ്ടപ്പോ കണ്ടിരുന്നോ? അതാണ് നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മൂവികളുണ്ട്.
അപ്പം ടോട്ടൽ 5 ആവും. ഈ ഞാനിലേക്ക് തന്നെ വരാനുള്ള കാരണം നേരത്തെ ഞാൻ ചേട്ടൻ ചോദിച്ചത് ഞാൻ വെച്ച് ചലഞ്ചിങ് അല്ലേ ആയിരുന്നോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ വീക്കെൻഡ് ഇന്ന നടനെ വെച്ച് ചലഞ്ച് അങ്ങനെ ചിന്തിക്കില്ല. നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന ആക്ടർ ഇതിനെ സൂട്ട് ആകും എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ല നമ്മൾ അതിൻ്റെ അകത്ത് വേറെ ചിന്തിക്കാറില്ല. എന്താണ് ഞാൻ ചേട്ടൻ കൂടുതൽ എക്സ്പീരിയൻസ്? അത് മാത്രല്ല, വീക്കെൻഡ് നടനപ്പുറം ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്ത ബാനർ കൂടിയാണ്. മനസ്സിലായി? അപ്പം ഇപ്പൊ RDX ആയിക്കോട്ടെ, കൊണ്ടലായിക്കോട്ടെ, ഇതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക്. അപ്പം ആ രീതിയിൽ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല, പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പലരുടെയും. അപ്പം അതുകൊണ്ട് ചേച്ചി എത്രമാത്രം ഇവര് ഒരു എന്താ പറയുക, ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് ആ ബ്ലൈൻഡ് ആയിട്ട് ഒരു ക്യാമ്പിൽ എടുക്കുന്നത്. അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്നാൽ മിന്നൽ മുരളിയും ഞാനും ഡിറ്റക്റ്റീവ് ഉജ്ജലുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഫിലിം ഉണ്ട്. അതായത് മിന്നൽ മുരളി 2 അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ഉജ്ജലിന്റെ 2ാം ഭാഗം വരുമ്പോൾ 2ാം ഭാഗം നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. നമ്മളിപ്പം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി. സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജലം ചെയ്തു. അപ്പൊ ഇനി അടുത്ത 3 മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുന്നതായിരിക്കും. അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെയാണ് അതിന്റെ ഡിസ്കഷൻ ഉണ്ട്. പേഴ്സണലായിട്ട് കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കും, അതിനകത്ത് തമാശ കലർന്ന അല്ലെങ്കിൽ തമാശയോടായുള്ള ഉത്തരങ്ങൾ പറയുന്നത് അതല്ല. പുള്ളി നടന്നുള്ള രീതിയിൽ മികച്ച നടൻ തന്നെയാണ്. പിന്നെ പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാണെന്ന് പുള്ളി നല്ലൊരു എഴുത്തുകാരാണ്. പക്ഷെ എന്തായാലും മടി പിടിച്ച് എഴുതുന്നില്ല. പുള്ളിയുടെ അടുത്തേക്ക് ഒന്ന് 2-2.5 വർഷം മുമ്പ് പറഞ്ഞുള്ള സബ്ജക്ട്സിന്റെ ഇതിവിടുത്തെ ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മള് നല്ല 1-2 സബ്ജക്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്നതെന്ന് ഞാൻ മിനിമം പറഞ്ഞു. അപ്പൊ ആ ഒരു ക്രാഫ്റ്റൊക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ പല ആക്ടേഴ്സിനും വർക്ക് ചെയ്യും, അമിതമായിട്ട് ടേക്സ് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ, ആ ഒരു ക്വാളിറ്റി പുള്ളിക്കുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ടെക്നീഷ്യനായിട്ട് പുള്ളി ശോഭിക്കണം. അല്ലാതെ ഈ ഇത് മറ്റേ ചോദ്യം തന്നെ ഒരു സുഖമില്ലാത്ത ചോദ്യം. ഇന്റർവ്യൂവിൽ ഒരു മനുഷ്യൻ അനിമല്ലോ അല്ലല്ലോ, മനസ്സിലായി മനസ്സിലായി. അപ്പോഴും എക്സ്പീരിയൻസ് കണ്ണൂർ സ്ക്വാഡിൽ എനിക്ക് റോൾ ഉണ്ടായിരുന്ന എനിക്ക് കണ്ണൂർ സ്ക്വാഡിൽ ആ റോളാണ് പുള്ളി ചെയ്തത് അല്ലേ? വേഷം ഉണ്ടായിരുന്ന പക്ഷെ പുള്ളി തടി കുറയ്ക്കാനൊക്കെ പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൂടി. പിന്നെ എന്റെ അച്ഛനല്ലേ ചിലപ്പോ തോന്നുന്നു. എന്റെ ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ഒരാളാണ് കേട്ടോ അവള്. താങ്ക് യു തൊട്ടപ്പുറത്ത് ഐശ്വര്യം നീയും താങ്ക് യു. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ടക്ക് രാത്രിയാ പോയത് അല്ലേ? ഫസ്റ്റ് തൊഴിലിനേക്കാളും ഇഷ്ടം എന്നെയാണെന്നും പറഞ്ഞു അല്ലേ? അങ്ങനെന്തോ പറഞ്ഞല്ലോ അല്ലേ? അതെ. എന്താ നിനക്കറിയണ്ട അച്ഛന്റെ പോലെ സാമ്യം തോന്നിയോ? ആ അല്ലല്ല, അത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞ ഇടയിൽ BGMയുടെ ഒരു പരസ്യം ചെയ്തിരുന്നു. സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ സ്പൂഫ് മറ്റേ സാധനം. അപ്പൊ അന്ന് ഞാൻ അനൂപാണ് ഡയറക്ട് ചെയ്തത്. സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനെ ഡയറക്ട് ചെയ്തത്. അപ്പൊ അനൂപിനോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം. സാധാരണ അച്ഛന്റെ മാനേഴ്സ് കൂടുതലും അച്ഛന്റെ ഛായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത്. അപ്പോ അനൂപിനോട് ചോദിച്ചു ഇങ്ങനെ ചേട്ടൻ ചെയ്തായിരിക്കില്ലേ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ള സാധനം. പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ ഇതായിരുന്നു, അതിന്റെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി. ട്രെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പോ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ചില സാധനം
ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ട് പേര് എന്നോട് പറയുകയും ചെയ്തു. അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ട് ചോദിച്ചു, അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞു. എന്താ സിനിമയുടെ പേര്? ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, സിനിമയുടെ ചോപ്പി ചേച്ചിന്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞങ്ങള് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിന് മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയില്ല, അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മ അച്ഛൻ ഈടേക്ക് സിനിമ കാണാൻ പോകില്ല, പ്രത്യേകിച്ച് എന്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ, ചീത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോകും. അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ? ഞാൻ വിഷമിക്കുമ്പോൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സിനിമ കാണാൻ വരും രണ്ടുപേരും. അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസന്റെ വീട്ടിൽ കുത്തിയിരിക്കുക, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കില്ല. ശ്രീചേട്ടനോട് ചേട്ടനോടാണ് നിങ്ങൾ രണ്ടിനോടാണ്. ഇപ്പൊ നമുക്കറിയാം ധ്യാൻ എന്ന് പറയുന്ന ഒരു നടൻ, ധ്യാൻ എന്ന് പറയുന്ന ഒരു നടൻ ഒരു വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണം എത്ര നമുക്കറിയാം. ഡി സ്റ്റാർ പുള്ളിക്കുണ്ട്. ഇവർക്ക് അത്രത്തോളം പടം വരാത്തോണ്ട്, അല്ലെങ്കിൽ രണ്ടാൾ അഭിനയിക്കാൻ റെഡിയാണ്, വരുന്നില്ല. അതാണ് സത്യം. ചോദിച്ചു 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ. അതെ, എനിക്ക് വരുന്നോ ഞാൻ ചെയ്യുന്നു, വരുന്നോ ചെയ്യുന്നു. ഇവരുടെ അത്രയും വരുന്നില്ല. അല്ലെ, നമുക്കിതിപ്പോ സിനിമ കാണുമ്പോ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ഒരു സിനിമ കഴിയുമ്പോ അടുത്ത സിനിമയിലേക്ക് ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. പല പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്ന് പറയുന്നത് നടൻ ഒരു വർഷം 13-15 സിനിമകൾ ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തതില് ഞാൻ നടികരിലെ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സിന് 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണം. അപ്പൊ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷം പിന്നെ 3 സിനിമ 4 സിനിമയുള്ളൂ ഞാൻ ഫുൾ ലെങ്ത് ഉള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചക്ര എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോ 13-14 ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ 4 എല്ലാം എന്റെ തലയിലിടുന്നില്ല. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ ഇത്രയും ചെയ്യുമ്പോ ഞാൻ ചേട്ടൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും, ഈ പുതുമുഖ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. ഇതൊരു നടനെ സംബന്ധിച്ച് ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ ഒരു കാര്യം. അപ്പൊ ധ്യാൻ എന്ന് പറയുന്ന നടൻ എന്നുള്ള രീതിയില് ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ ഒരു എങ്ങനെയായിരുന്നു? അല്ല, നിങ്ങളുടെ അടുത്ത് അറിഞ്ഞു ചോദിക്കുന്നത് ധ്യാന്റെ ഇത്തരം വളർച്ച കാണുമ്പോൾ ഒരു കാര്യം. ഇവിടെ നാളെ നീയൊരു സിനിമ ചെയ്യാൻ വിളിക്കണ ഞാൻ വരിക, എന്റെ കഥയെല്ലാം കൊള്ളൂല്ലെങ്കിൽ പോലും അത്രേ ഉള്ളൂ. അതാണ് ബന്ധത്തിന്റെ പുറത്തല്ലേ അല്ലേ. ഇവൻ എന്നോട് ചാൻസ് ചോദിച്ചു, നീ അഭിനയിക്കാൻ വന്നത് ഞാൻ പറഞ്ഞില്ലേ ഓക്കെ. അപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ, അതിലൊരു ബന്ധം. നാളെ സിനിമയിൽ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ. നാളെ ഓണിച്ചേട്ടൻ കണ്ണോസ്കോടും ചൂടിനോട് ചെയ്യാൻ പോകും. പിന്നെ ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. അതിൽ ചാൻസ് വരാനാണ് ഞാൻ നടക്കൂലുണ്ടോ. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടില്ല, ഒരു പടം റെഗുലർ ഓടിയിട്ടില്ല പലരും. നമ്മുടെ കോമ്പോ ഓപ്പണായി. അതെ, ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛന് 500 സ്ക്രിപ്റ്റ് എഴുതിരാന്ന് സാധനം ഓർമ്മയുണ്ടോ? സ്ക്രിപ്റ്റ് നിങ്ങളല്ലേ മധ്യസ്ഥ സ്ക്രിപ്റ്റിലെ പുള്ളി എഴുതണമെന്നല്ലേ പറഞ്ഞത്. തയ്യാറായിട്ട് ചോദിക്കും, പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോദിക്കും. ആ സ്ക്രിപ്റ്റാണ് ഞാൻ ശോഭിച്ചതിന്റെ ബാങ്കിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെയാണ്, ഓക്കെയാണ്. ജയിലർ വന്നപ്പോ കറക്റ്റ് ജയിലർ കൊണ്ടുവന്ന ഒരു ക്ലാഷ് ഇപ്പൊ തക്ലേക്ക് വരുമ്പോ അതില് ഞാൻ അറിഞ്ഞുകൊണ്ടാണോ?
എടാ, അത് മലയാളത്തിൽ നമ്മുടെ- ഇത്ര ധൈര്യമുള്ള ഒരു നടനുള്ളൂ. കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ നീ എന്നെ ഊക്കി ഇതായിക്കോട്ടോ. അല്ല, ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത് നമ്മുടെ സുഹൃത്ത് ഡയറക്ട് ചെയ്ത സിനിമയാണ് ബാലു എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു അര ദിവസത്തേക്ക് ഞാൻ ചേട്ടാ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും, അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയില്ലേ. പോസ്റ്ററിൽ ചേട്ടൻ വലുതായിട്ട് അതാണ് എന്റെ ചോദ്യം. അതിൽ ഞാൻ അതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളെന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. അതല്ല, ഒരു കാര്യം ചെയ്യണം, എയർക്രാഫ്റ്റിൽ ഇത് തലക്കുന്ന പ്രശ്നം പറ്റിയില്ല. അതാണ് എയർക്രാഫ്റ്റ് എനിക്ക് പ്രശ്നം പറ്റിയില്ല. അത് മറ്റേ സ്റ്റൊമക്കിന്റെ സർജറി പറഞ്ഞു. നീ അങ്ങനെ എന്തോ ചോദ്യം ചോദിക്കുക സൃഷ്ടി കമ്മിറ്റി പറയണതാണ്. അവരെങ്കിലും പറയും പറ. ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. റോണച്ചേട്ടന്റെ ഭാഗത്ത് കോമഡി ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി കൺവേ ആയിട്ടുണ്ട്. ചേട്ടൻ അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് ഇവര് തന്ന ഒരു കുറച്ചൊരു പറഞ്ഞല്ലോ, കുറെ മാസം വെറുതെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി. അതാണ് എനിക്ക് സത്യം. എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു, ചൂസ് ചെയ്ത് അവസരം എന്റെ അടുത്ത് എത്തിയില്ലായിരുന്നു. ഞാൻ പടങ്ങളൊക്കെ വരുമ്പോഴേ ഓരോരോ ക്യാരക്ടർ പലരും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ചില സജഷൻസ് പറയും. എന്നെ റെഡി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ തെരുവുറഞ്ഞിട്ട് പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു മര്യാദയ്ക്ക് വരണം, പടം ചെയ്തു. ഞാനിപ്പോ കുറച്ച് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ദ്രദീപിന്റെ അടുത്ത് പടം തുറന്നതിന്റെ തലവശം പറഞ്ഞു, മീശ പരിപാടി കണ്ണൂർ സ്കോഡിന്റെ ആ ഒരു പരിപാടി ഓൾഡ് മീശ എടുക്കുന്ന പരിപാടി അവര് പറഞ്ഞാണോ ഞാൻ പറഞ്ഞെങ്കിൽ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു മാനേഴ്സ് നമ്മൾ ചെയ്തു. എഡിറ്റിലൊക്കെ നമ്മൾ കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമ്മള് തലയുന്നതും മീശ നമ്മൾ ചെയ്യുന്നതും. പിന്നെ അത് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓർഡി മോഡായി പോകുന്ന സമയത്ത് വളരെ എന്റെ രാജ്യത്തിനെ പുറത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് ഓവറാട്ടോ കുറച്ചോളം അതൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അത് തിയേറ്ററിൽ വന്ന് കൂടുതലൊക്കെ നല്ലല്ലോ. നമ്മുടെ കൂടുതലൊരു കോ ആക്ടർ പറഞ്ഞായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിന്റെ ക്യാമറമാൻ നമ്മുടെ കണ്ണൂർ സ്കോഡിന്റെ ഡയറക്ടറായിരുന്നു. ഇവര് ഓൾറെഡി സൗഹൃദങ്ങളുണ്ട്. അപ്പൊ പല കൊള്ളാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കറിയാം. കുറെ നാള് വീട്ടിലിരുന്നുണ്ടോ, അത് കൊള്ളാം. അല്ല, ഞാൻ 3ാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. എന്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ എന്ന് പറഞ്ഞ സിനിമയിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു, CPO ആയിരുന്നു. ജഗന്റെ മൂവിയിൽ അത് ഇറങ്ങിയിട്ടില്ല. അതില് SI ആയിട്ടാണ്, പ്രൊബേഷൻ പീരീഡിൽ വരുന്ന SI ആയിട്ടാണ്. ഇതിപ്പോ CA ആയിരുന്നു. അപ്പൊ ഇരുത്തം വരുമല്ലോ കോൺസ്റ്റബിളിൽ നിന്ന്. ഇവിടെ SI CA ആയിരുന്നു. അതിന്റെ ഇരുത്തം ഒന്നായിരിക്കും. ഇരുന്നിട്ട് IG ആയിരിക്കും. സീസണൊക്കെ കഴിഞ്ഞ ആ ചോദ്യമൊക്കെ ഔട്ടായി പോയി. നമ്മളത് എവിടെയാ ഇത് ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് സെൻസർ ബോർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് 16+ എന്നൊക്കെ അല്ലേ, URA ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്ന സിനിമയിൽ. അത് ആൾക്കാർ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള ഉത്തരമൊക്കെ കുറെ പേര് ഓടിയ ഉത്തരങ്ങളല്ലേ. അത് ഇവിടുത്തെ പറയുന്നത് എന്താ സ്വാധീനിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ സ്വാധീനിക്കാം. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല. നിന്നെ ഇവിടെ അത്ര ആൾക്കാരെടുത്തു സ്വാധീനിച്ചിട്ടുണ്ടോ? നിന്നെ ഉത്തരം കിട്ടിയില്ലേ? ഇത്രയും പേരെ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ല, നമ്മളെ സ്വാധീനിച്ചോ? ഒരു ഗ്രാമം മൊത്തം കത്തിച്ച ആളാണ്. അമ്മൂക്കനെ കൊണ്ട് രാത്രി പാതിരാത്രി പോയിട്ട് രാത്രി 7:30 മനുഷ്യൻ പാവം. നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ, എന്നെ സ്വാധീനിച്ചിട്ടില്ല. കഴിഞ്ഞു, നമുക്ക് കിട്ടിയ ഉത്തരം. രണ്ടും ഉണ്ട്. ചിലപ്പോ നമുക്ക് ഉഴപ്പാം. പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോ നമ്മളിപ്പോ ഞാനും അജുവും അല്ലെങ്കിൽ നിലസി ചേട്ടൻ അല്ലെങ്കിൽ നീം ചേട്ടനൊക്കെ ഉള്ള സെറ്റ് ആണെങ്കിൽ
ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഹൈ ചാൻസസ് ഓഫ് ഉഴപ്പിന് സാധ്യതയുണ്ട്. കാരണം എല്ലാത്തിനകത്ത് ഉഴപ്പിച്ചെടുക്കും കണ്ടതല്ല. പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കടിഞ്ഞാൺ കൺട്രോൾ സംവിധായകൻ എന്തായാലും ഉണ്ടാവും. അത് എന്റെ ചേട്ടന്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട്, ബേസിലുണ്ട്, അവിടെ നീരജുള്ള ദിവസമുണ്ട്. നമ്മള് ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് വടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അച്ചടക്കത്തോടെ അവിടെ പോയി ഇരിക്കും. ഇപ്പൊ നീരജേട്ടൻ എന്നോട് വർഷങ്ങൾക്ക് ശേഷം ദിവസം എന്നോട് പറഞ്ഞു അങ്ങനെ എത്ര മണിക്കാണ് അവിടെ ഷൂട്ട്? അപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ 6 മണിക്കൊക്കെ ഫസ്റ്റ് ഷോട്ട് വരും. 6 മണിക്ക് 6 മണിക്ക് പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 മണിയൊക്കെ വരും. ഞാൻ നോക്കുമ്പോ 6:10 അവിടെ വന്നിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോ അവിടെ അതുപോലെ ഒരാളുണ്ടാവുമ്പോ കറക്റ്റ് അനുസരണയോടെ വരും. അപ്പൊ അവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല. അത് ഏതാണ് ട്രാക്ക് ഇട്ടത്? അത് എന്താണ്, എന്ത് പാട്ടാണ്? മൈക്കിൾ ജാക്സൺ അല്ലല്ല, സിനിമ സിബി ഇതാണോ? നീയാണോ മൈക്കിൾ ജാക്സൺ? സിബി ഇതാണോ അത്? ഫസ്റ്റിലുള്ള സോങ് അല്ലേ? ആ ഫസ്റ്റും ഓക്കെ ഓക്കെ ആ അത് ചെയ്ത ട്രാക്കാണ്. അല്ലാതെ എന്തിനാണ് അവര് പറഞ്ഞു, ഞാൻ വെച്ചു. ലാലേട്ടന് കോംബോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ അപ്ഡേഷൻ ഒന്ന് പറയാമോ? അതുകൊണ്ടോ ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മള് അൻവർ റഷീദിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. എല്ലാവർക്കും ആഗ്രഹമാണല്ലോ അത്. ലാലേട്ടൻ ആരായാലും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. മാസമായിരിക്കും ഒന്നും തീരുമാനിച്ചിട്ടില്ല. പ്രോജക്റ്റ് ഉണ്ട്, അത്രയും. റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരും ഒരു നെഗറ്റീവ് ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വരാറില്ല. ആകെ ഒരു അശ്വിൻ ഗോപൊക്കെയാണ് അത്യാവശ്യം 90% എങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് അറിയെങ്കിൽ ആ പടം OTT വരണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മ എന്ന സിനിമ. പൊന്മ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിൽ പോയില്ല. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് മൂവീസ് ആണ്. എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ഒരാളിൽ ഒരു പടവും നമുക്കൊന്നുമല്ല. ഇന്ത്യ എന്ന് പറയണം, ഇന്ത്യ എന്ന് പറയണം, ഇന്ത്യ എന്ന് പറയണം, ഇന്ത്യ എന്ന് പറയണം. ഞാൻ കാണാറുണ്ട്, ഞാൻ അശ്വിന്റെ റിവ്യൂ കാണാറുണ്ട്. എനിക്കത് വർക്കാവാറുണ്ട്. ചിലതൊക്കെ എല്ലാമല്ല. എന്താ പറഞ്ഞേ ഫസ്റ്റ് ഇപ്പൊ എന്താ ചോദ്യം? അറിയാൻ പറ്റുന്നുള്ളൂ. കാരണം അന്നേരമാണ് പ്രേക്ഷകരെല്ലാം കൂടുതൽ പേരും ആ സിനിമകൾ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് ട്രോൾ ആയിട്ടും അതിന്റെ റെസ്പോൺസ് തരാറുണ്ട്. അതായത് ഒരു സിനിമ എന്താണ് കറക്റ്റ് റിവ്യൂ എല്ലാവരും പറയാറുള്ളതാണ്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ കറക്റ്റ് റിവ്യൂ ആരും കറക്റ്റ് പറയുന്നില്ല. അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത് നീ ഇപ്പൊ നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയുന്നത് വെച്ചാൽ നമുക്കൊരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? നിന്റെ വിശ്വസികളെ നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്കിപ്പോ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചു, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയും പേരുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അപ്പൊ അതാ പറ, അത്രേ ഉള്ളൂ റിവ്യൂവിന്റെ കേസിൽ. സിമ്പിൾ അല്ലേ? റിവ്യൂവിന്റെ കേസ് നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോകുന്നത്? ചിലപ്പോ ആയിരിക്കും, നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രയുള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റ് ആയിട്ട് റിവ്യൂ? ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കും.
റിവ്യൂ ഇതൊക്കെ അടിസ്ഥാനപരമായ റിവ്യൂ എന്തിനാന്ന് എനിക്കറിയാം. എന്തിനാ ഇതെല്ലാം നീ ചോദിച്ചെന്ന് വെച്ചാ എന്താണ് ഇവരെന്ന് കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ ഇപ്പൊ നമ്മളെ OTT-യുടെ കേസ് നീ ചോദിച്ചാല് OTT-യിൽ വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയുമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലായില്ല. അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു, ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല, കാണാത്ത സിനിമ ഞാൻ OTT-യിൽ, അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്, ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT-ൽ വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ എനിക്കൊന്ന് അശ്വിന്റെ അടുത്ത് അവരോട് തന്നെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വിൻ തന്നെ പറഞ്ഞു, ആരോ ഇത് റിവ്യൂവർ തന്നെയാണ്. അവൻ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം, തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് എന്നുള്ളത്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ നമുക്ക് എല്ലാ പാളിച്ചകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടില്ലേ പല സിനിമകൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തത്, നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ഇത് ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരുണ്ട്, പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണ്ട. അത് അതിനെ കുറിച്ച് പറയണോ? വലിയ ഓടുമ്പോ അതും കൂടെ എന്താ അവന്റെ നമ്പറോ മൊബൈൽ ഞാൻ അയച്ചു തരാം. അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനിടയിൽ നമുക്ക് ഏറ്റവും റിവ്യൂ, എല്ലാ റിവ്യൂവിലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരായിരുന്നു. അത് ഈ സിനിമ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാരും പറഞ്ഞു. ഞാൻ ഈ വായിച്ച കണ്ട എനിക്ക് അയച്ച റിവ്യൂസിലൊക്കെ തന്നെ എടുത്ത് പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിംഗ് ഗംഭീരായിരുന്നു. അവസാന വാക്ക് റോണി, ഡോക്ടർ റോണി. ഇതിനെ കാണാൻ പ്രത്യേകിച്ച് കാരണമൊന്നും നിങ്ങൾക്ക് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് നല്ലതാണ്, അവരുടെ അഭിപ്രായം നല്ലതാണ്, പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ ചെയ്യാൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അടുപ്പുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുപ്പമുള്ള ആരെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ KGF ചാപ്റ്റർ 1 ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ 2-ന്റെ അത്ര ഓടിയൊരു സിനിമയല്ല. ഞാനും ശരിക്കും OTT വന്നതിന് ശേഷം കണ്ടതാണ്. അപ്പൊ നമുക്കത് പിന്നെ OTT വന്നപ്പോഴാണ് മനസ്സിലായി ഇത്രയും അത് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അപ്പൊ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതങ്ങനെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലിയും അതുപോലെ തന്നെ ടെക്നിക്കലും സൗണ്ട് ആയിട്ടുള്ള നല്ല പെർഫോമൻസിലുള്ള നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു.